عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഇൻഷാല്ലാ ചെറിയൊരു ചോദ്യത്തോടു കൂടി ഇൻഷാല്ലാ ഈ സെഷൻ ആരംഭിക്കാം. നമ്മളിൽ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ കൈവന്ദിക്കാം. ജീവിതത്തിൽ ഒരു തെറ്റും ഇതുവരെ സംഭവിക്കാത്ത ചെയ്തു പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവന്ദിക്കാം. ഒരു തെറ്റും ഇല്ലാതെ ഇല്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താ? കുല്ലു ബനി ആദമ ഖത്താ. എന്താ അർത്ഥം? ആദമിൻ്റെ എല്ലാ മക്കളും അഥവാ മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാ? അത് തൗബ ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിൽ നാം പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിൽ 53, 54 എന്നീ ആയത്തുകളാണ്. അതായത് തെറ്റുകൾ സംഭവിക്കുന്ന നമ്മൾക്ക്, നമ്മുടെ മനസ്സിന് ഒരു സമാധാനം നൽകുന്ന, ഒരു ആശ്വാസം ലഭിക്കുന്ന, നിരാശയിൽ നിന്നും രക്ഷ ലഭിക്കുന്ന ഒരു 2 ആയത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം അതിൻ്റെ പാരായണം കേൾക്കാം. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. എന്താ സഹോദരങ്ങൾ അതിൻ്റെ അർത്ഥം? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട്, തൻ്റെ ദാസന്മാരായ മനുഷ്യരോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഖുൽ, പറയുക നബിയെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ദേഹങ്ങളോട്, സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളോട് നീ പറയുക നബിയെ. എന്താ പറയേണ്ടത്? ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ അത് ആലോചിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമോ എന്ന് ആലോചിച്ച് നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും, മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറ്റവും പൊറുക്കുന്നവനും ഏറ്റവും കരുണ കാണിക്കുന്നവനും. സഹോദരങ്ങൾ, ഈ ആയത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. തെറ്റുകൾ ചെയ്യുന്ന നമുക്ക്, നമ്മുടെ മനസ്സിന് ഏറ്റവും കുളിർമയേകുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിരാശയടഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ആയത്താണിത്. തെറ്റുകൾ ചെയ്യാത്തവരായി ആരുമില്ലല്ലോ, എല്ലാവർക്കും, നമുക്ക് ഏവർക്കും ആശ്വാസം നൽകുന്ന ഒരു ആയത്താണ്. എന്താ പറയുന്നത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളോട്, അഥവാ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? തെറ്റുകൾ ചെയ്തു പോയോ? സാരമില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും.
ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും, ചെറുതായിക്കോട്ടെ, ഏറ്റവും ചെറിയ തിന്മയായിക്കോട്ടെ, ഏറ്റവും വലിയ തിന്മയായിക്കോട്ടെ, അള്ളാഹു പുറത്തു തരും എന്ന് പറയാം. പിന്നെ എന്തിനാ സഹോദരങ്ങളെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? നാം തെറ്റ് സംഭവിച്ചു പോയാൽ അപ്പൊ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിൽ എന്താണ് നമ്മളെ തടയുന്നത്? അള്ളാഹു പൊറുക്കുന്നവനാണ്. അതിനാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു പറയുന്നുണ്ട് എന്താ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹ് പൊറുക്കുന്നവരും കരുണ കാണിക്കുന്നവരാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ഇതിന്റെ ബാക്കിയായി പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി കേൾക്കാം. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. وأنيبوا إلى ربكم, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ വിനയപ്പെട്ട് മടങ്ങുവിൻ. വഅസ്ലിമൂ ലഹു, അവനിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുവിൻ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, എന്തിനു മുമ്പായിട്ട്? അവന്റെ ശിക്ഷ വരുന്നതിന് മുമ്പായിട്ട് അവനിലേക്ക് വിനയപ്പെട്ട് മടങ്ങുകയും അവന് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്യുവിൻ. കാരണം എന്താ? സുമ്മ ലാ തുൻസറൂൻ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ആരും രക്ഷിക്കാനുണ്ടാവില്ല. നമുക്ക് ഒരു രക്ഷയും പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു രക്ഷയും നമുക്ക് ലഭിക്കുകയില്ല. സഹോദരങ്ങൾ, ഈ രണ്ട് ആയത്തൊന്ന് ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. തെറ്റ് ചെയ്യുന്ന നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഓഫറാണ്. എന്താ? തെറ്റ് ചെയ്തു പോയോ? പ്രശ്നമില്ല, അള്ളാഹു പുറത്തു തരും. അത് പക്ഷേ പുറത്തു തരുന്നത് എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന് ശിക്ഷ വരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നാം ചെയ്തു പോയ തെറ്റിനെ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപമോചനം തേടി അവനിലേക്ക് മടങ്ങുകയും വേണം. അതേപോലെ തന്നെ അവൻ പറയുന്നതനുസരിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം ലഭിക്കുന്നതാണ്. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനാണ്. സഹോദരങ്ങളെ, എന്ത് തെറ്റുകൾ ചെയ്തു പോകുമ്പോഴും ഈ ഒരു രണ്ട് ആയത്തുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. എന്താ? അള്ളാഹു കൈവിടില്ല, അള്ളാഹു ഒരിക്കലും കൈവിടില്ല. നാം പാപമോചനം തേടിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരും. അള്ളാഹു ഗഫൂറാൻ, അള്ളാഹു റഹീമാൻ, അള്ളാഹു റഹ്മാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കേവർക്കും ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു രണ്ട് ആയത്ത് സദസ്സിൽ എല്ലാവരും ഒന്ന് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതിയതിനു ശേഷം കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له
وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. جزاكم الله خير. بارك الله فيكم جميعا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.